ഇന്നുണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള അവലും തേങ്ങയും വെച്ചിട്ടുള്ള ഈ ഒരു അവലുണ്ടയാണ്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും അധികം സമയമൊന്നും എടുക്കില്ല. ഇവിടെ 2 കപ്പ് അവൽ ഒന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. 2-3 മിനിറ്റ് സമയം റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. പൊടിക്കാൻ പാകത്തിന് ഇത് തണുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി 1.5 കപ്പ് ശർക്കര പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ശർക്കര പാനിയാക്കി എടുത്താൽ മതി. അതിനുശേഷം ഒരു പാനിലേക്ക് തന്നെ അരിച്ചൊഴിച്ച് തണുക്കാൻ വെച്ചിരുന്ന അവൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൗഡർ പോലെ ആക്കണ്ട, ചെറിയ തരിയൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. അവൽ പൊടിക്കുന്ന കൂടത്തിൽ തന്നെ 4-5 ഏലക്കയുടെ സീഡ്സ് ചേർത്താണ് പൊടിച്ചെടുത്തത്. അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി, 1/2 ടീസ്പൂൺ. അതിനുശേഷം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കാഷ്യൂ ബദാം ക്രഷ് ചെയ്തിട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം ചെറു ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ഒരാഴ്ചയൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായില്ലേ? ഇതുപോലെ ഉണ്ടാക്കി വെച്ചോളൂ. കുട്ടികളും മുതിർന്നവരും ഒക്കെ കഴിക്കട്ടെ. ഇനിയിപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട കേട്ടോ.